യെസ്, നാഗസന്യാസിമാരുടെ നേരത്തെ നടേശൻ സാറ് പറഞ്ഞ നാഗസന്യാസിമാരുടെ പ്രതിനിധിയായിട്ടുള്ള സ്വാമി ആനന്ദവനം അദ്ദേഹം പ്രയാഗ്രാജിൽ നിന്ന് ചേരുകയാണ്. സ്വാമി, ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? ഒരുങ്ങിക്കഴിഞ്ഞോ പ്രയാഗ്രാജ്? പ്രയാഗ്രാജ് മേളയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും മേളയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ പൗഷപൗർണമി ദിനത്തില് ആദ്യത്തെ രാജകീയ സ്നാനം, നാളെ എല്ലാ അഖാഡകളും അണിനിരന്നുകൊണ്ടുള്ള ആദ്യത്തെ രാജകീയ സ്നാനം നാളെയും, അതിലും സർവ്വപ്രധാനമായിട്ടുള്ള രാജകീയ സ്നാനം മകരസംക്രാന്തിയുടെ മറ്റന്നാളും നടക്കും. ഇപ്പോ ഈ മേള ക്ഷേത്രത്തിൽ മുഴുവൻ ജനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ചുറ്റുമുള്ള ഏകദേശം എല്ലാ റോഡുകളും തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോ ഇതിനകത്ത് നിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ പോലും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും ട്രാഫിക്കും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അഖാഡയുടെ അകത്തുള്ള ചടങ്ങുകൾ ഇന്ന് രാത്രി ഒരു 10 മണിക്ക് ശേഷം ആരംഭിക്കും. പുലർച്ചെ സൂര്യോദയത്തോടു കൂടിയാണ് അഖാഡയിൽ നിന്ന് വലിയ ഘോഷയാത്രയായിട്ട് സ്നാനത്തിന് നാഗസാധുക്കളും മണ്ഡലേശ്വരന്മാരും എല്ലാം പുറപ്പെടുക. അതിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സ്വാമി, ഈ പ്രയാഗ്രാജ് വഖഫ് ഭൂമിയാണെന്ന അവകാശവാദവുമായിട്ട് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ അധ്യക്ഷൻ ഷഹാബുദ്ദീൻ റസ്വി രംഗത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ഔദാര്യം കൊണ്ടാണ് കുംഭമേള നടക്കുന്നതെന്നാണ്. നേരത്തെ നടേശൻ സാർ ഇവിടെ പറയുകയുണ്ടായി, ഈ നേരത്തെ കുംഭമേള ആക്രമിക്കപ്പെട്ടിരുന്നു ഔറംഗസീബിൻ്റെ കാലത്ത്. അന്ന് അതിനെ പ്രതിരോധിച്ചത് നാഗസന്യാസിമാരാണ്, അഖാഡയാണ് എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. എന്തായാലും ഈ കുംഭമേളയുടെ ആ പ്രശസ്തി, പെരുമ, അത് ആഗോളതലത്തിൽ അത് വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അതിലുള്ള അസൂയ ഉണ്ടായിരിക്കുമോ ഇത്തരക്കാർ ഇപ്പോഴും വളരെ സജീവമായി രംഗത്ത് എത്തി ഇതിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നത്? അത് ഈ ഉത്തര ഭാരതത്തിലൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്തൊരു കാഴ്ചയാണ്. പക്ഷെ എന്നാലും ഉത്തര ഭാരതത്തിൽ പ്രാചീനമായ ഏതെല്ലാം ക്ഷേത്രങ്ങളുണ്ടോ ആ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ അടയാളെങ്കിലും അവശേഷിക്കാത്ത ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. ഏത് സംസ്കാരത്തിൽപ്പെട്ടവരാണെങ്കിലും വന്ന് ആ ഒരു കലാസൃഷ്ടിക്ക് മുമ്പിൽ നമസ്കരിക്കുന്ന എല്ലോറയിലെ കൈലാസനാഥേശ്വര ക്ഷേത്രം പോലും വർഷങ്ങൾ നിന്നാണ് തച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള, അതായത് എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ആക്രമണത്തിന്റെ അടയാളം അവശേഷിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉത്തരഭാരതത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു. അതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ആളുകളുടെ മുമ്പിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ശങ്കരാചാര്യ സ്വാമികള് അദ്ദേഹത്തിന്റെ മഹാപ്രസ്ഥാനത്തിന് മുന്നോടിയായിട്ട് ഉത്തരകാശിയിൽ വെച്ച് അഖാഡകളുടെ സന്യാസ സമ്പ്രദായത്തിലെ അദ്ദേഹം മഠങ്ങൾക്ക് പുറമെ സ്ഥാപിച്ച അഖാഡകളുടെ പരമ്പര ആരംഭിക്കുന്നത്. നമ്മൾ ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും എന്നാണ് പറയുക. ഭാല നമ്മുടെ ആയുധവുമാണ്, ദേവതയുമാണ്. അപ്പൊ ആവശ്യമുള്ള സമയത്ത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ് അഖാഡകളെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യര് നൽകിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിലുള്ള ശക്തി പ്രകടനവും, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ക്ഷേത്രങ്ങളെ ആക്രമിക്കുക അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉത്തരഭാരതത്തിലുണ്ടായിരുന്നു. അപ്പോ ഈ സംസ്കാരത്തിൽ അസഹിഷ്ണുതയായവര് ഏത് തരത്തിൽ ഈ സംസ്കാരത്തിന്റെ ശക്തി പ്രകടനത്തെയും ഒരു എങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കാൻ കഴിയുക എന്നുള്ള രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിലുപരിയായിട്ട് ഉത്തരഭാരതത്തിലുള്ള മുഴുവൻ, ഇപ്പൊ ഇവിടെ സേവ ചെയ്യുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ബാബമാരുടെ കൂടെ അവരവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് വരികയും ഇവിടുത്തെ സന്യാസിമാർക്കും കുംഭമേളയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് സാമാന്യമായിട്ട് വന്ന് സ്നാനം ചെയ്യുക എന്നുള്ളതല്ല. ഇവിടുത്തെ സന്യാസിമാർക്ക്, ഇവിടെ വരുന്ന ഭക്തർക്ക് സേവ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോ ബാബമാരുടെയും കൂടെ വരികയൊക്കെ ചെയ്യുന്ന മുസ്ലിം സമുദായത്തിൽ അടക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഇവർക്ക് അറിയാം കുംഭമേള എന്താണെന്ന്. പക്ഷെ അതിൽ അസഹിഷ്ണുതയായ ആളുകൾ ഒരു പരിധി വരെ സ്വയം പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രശസ്തി വർദ്ധിക്കും. അത്തരത്തിലുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തുകൂടിയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. പക്ഷെ നേരത്തെ ഇവിടെ ബഹുമാനായ നടേശൻജി സൂചിപ്പിച്ചതുപോലെ ഒരു ഔറംഗസീബിന്റെയും മറ്റ് മുഗൾ രാജാക്കന്മാരുടെയും എല്ലാം ആക്രമണങ്ങളെ അതിജീവിച്ച ഒരു ചരിത്രമാണ് അഖാഡകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പൊ അതിനു മുമ്പിൽ ഇത്തരം സംഗതികളൊക്കെ ഇപ്പൊ കഴിഞ്ഞ കുംഭമേളയുടെ സമയത്ത് 2013 സമയത്ത് ഇവിടെ ഒരു ബോംബ് ഭീഷണി കാര്യങ്ങളൊക്കെ ഉണ്ടായി.
അന്ന് നമ്മുടെ ഇന്ദ്രഭാരതി ബാപ്പു എന്ന് പറയുന്ന നമ്മുടെ ഗുജറാത്തിൽ നിന്നുള്ള അഖാഡയുടെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന 500 പേര് മരിക്കും. പക്ഷെ കോടിക്കണക്കിന് ആളുകളാണ് ഈ ധർമ്മത്തിന്റെ കടലിൽ അണിചേർന്നിരിക്കുന്നത്. അപ്പൊ ഈ 500 പേർക്കോ 1000 പേർക്കോ എന്തെങ്കിലും സംഭവിച്ചാലും ഈ ധർമ്മം അനുസ്യൂതം മുന്നേറിക്കൊണ്ടിരിക്കും, ഈ പരമ്പര അനുസ്യൂതം തുറന്നുകൊണ്ടിരിക്കും, ശക്തിയോടുകൂടി തന്നെ തുറന്നുകൊണ്ടിരിക്കും. ആരാക്രമിക്കാൻ വന്നാലും അവരെ കീഴ്പ്പെടുത്തി മുന്നേറും എന്നുള്ളതാണ്. സ്വാമി, ഈ സേവാപ്രവർത്തനത്തിൽ നിന്നും ബാബമാരെ വിലക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സന്ദേശവും ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുണ്ട്, പങ്കെടുക്കരുത് എന്ന്. സേവാപ്രവർത്തനത്തിൽ നിന്ന് ബാബമാരെ വിലക്കിയിട്ടുണ്ടോ? മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരെ? ഇല്ല. സേവാ പ്രവർത്തനത്തിൽ വരുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവിടെ ഈ ഹലാൽ റെസ്റ്റോറന്റുകൾ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും, അതായത് ഈ ധർമ്മത്തിന് നിരക്കാത്ത ഒരു കാര്യവും പാടില്ല എന്നുള്ളത് അഖാഡകൾ കൃത്യമായി തീരുമാനമെടുക്കുകയും അത് അധികാരികളുടെ അടുത്ത് ശക്തമായി അവതരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കുംഭമേളയിൽ പങ്കെടുത്ത അനുഭവം കൂടി ഒന്ന് പറയാമോ? എത്ര കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് താങ്കൾക്ക്? 2001 നമ്മുടെ ആദ്യത്തെ കുംഭമേള. അപ്പൊ അതിനുശേഷം ഇപ്പൊ പ്രയാഗിലെ പൂർണ്ണ കുംഭമേള 3ാമത്തെ പൂർണ്ണ കുംഭമേളയാണ്. അതിനിടയിൽ ഉണ്ടായിരുന്ന മറ്റ് 3 കുംഭമേളകൾ, മറ്റ് 6 കുംഭമേളകൾ, പിന്നെ 4 അർദ്ധ കുംഭമേളകൾ, അങ്ങനെ ഇതിപ്പോ 14ാമത്തെ കുംഭമേളയാണ്. ആദ്യത്തെ കാലത്ത് ഇവിടെ വരുമ്പോൾ കുംഭമേള എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ ഉള്ളൊരു യാത്രയായിരുന്നു ഇങ്ങോട്ട്. ഒരു 5 ദിവസം നമ്മളെ ഇവിടെ രാത്രി വന്നിറങ്ങുന്നു. ഗംഗാതീരത്ത് 2 വൈക്കോൽക്കെട്ടും കുറച്ച് ചാണകവരലികൾ കൂട്ടിയിട്ട് ചൂടിന് വേണ്ടി വെച്ച് ഇവിടെ എല്ലാവരും ഒരുപാട് പേര് അങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ട് അതിനനുസരിച്ച് കിടന്നുറങ്ങുന്നു. അങ്ങനെ മേളയിൽ പങ്കെടുക്കുന്നു. പിന്നെ അതിനുശേഷം ഒരു 2010 ഹരിദ്വാർ കുംഭമേളയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അഖാഡകളുടെ ഒപ്പം ചേരുന്നു. അപ്പൊ അതിനുശേഷം കഴിഞ്ഞ ഹരിദ്വാർ കുംഭമേളയിലാണ് നമ്മൾ അഖാഡയിലെ നാഗ ദീക്ഷയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത്തവണ ഈ വർഷം, അതായത് ശങ്കര ജന്മഭൂമിയിൽ നിന്നുള്ള ഒരു ആദ്യത്തെ പങ്കാളിത്തം, അതായത് ഈ സന്യാസിമാരുടെ സേവാപ്രവർത്തനത്തിലും ഭക്തരുടെ സേവാപ്രവർത്തനത്തിലും കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളരെ പരിമിതമായ രീതിയിലുള്ള ഒരു താമസ സൗകര്യം ഒരുക്കുന്നതൊക്കെയായിട്ട് ശങ്കരാചാര്യ ജന്മഭൂമിയിൽ നിന്നുള്ള സന്യാസി പരമ്പരയിൽ നിന്നുള്ള ഒരു ആദ്യത്തെ പങ്കാളിത്തം എന്നുള്ള നിലയിൽ നമ്മളൊരു ചെറിയ ശ്രമം തുടങ്ങിയിട്ടുണ്ട് തവണ. അതിന്റെ ടെന്റുകളൊക്കെ തയ്യാറായി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗംഗ കുറച്ചു കാലം വെള്ളം കൂടുതൽ കയറി കിടങ്ങുന്നുള്ളതുകൊണ്ട് ചെറിയൊരു കാലതാമസം ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. വിശാലമായ ഒരു ഏരിയയാണ്, 8000 ഹെക്ടറാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രാതിനിധ്യം സന്യാസ പരമ്പരയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡൽഹിയിലെ അമൃത മഠത്തിന്റെ അമൃത ഹോസ്പിറ്റല് ഇവിടുത്തെ ഒരു സെക്ടർ ഹോസ്പിറ്റൽ, ഓരോ സെക്ടറുകളും, ഇവിടെ 24 സെക്ടറുകളാണുള്ളത്. ഓരോ സെക്ടറിലും ഹോസ്പിറ്റല്, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും, ഒരു സിറ്റിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഓരോ സെക്ടറിലും ഉണ്ട്. അങ്ങനെ 6ാം സെക്ടറിലെ ഹോസ്പിറ്റല് പൂർണ്ണമായിട്ടും അവിടെ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അമൃതാനന്ദമയി മഠമാണ്. അങ്ങനെ പലതരത്തിലുള്ള പങ്കാളിത്തം ഇത്തവണത്തെ കുംഭമേളയിൽ, ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ പല ധാർമ്മിക ആചാര്യന്മാരും നമ്മളുമായി ബന്ധപ്പെട്ട് വന്ന്, ഇപ്പോ കാസർഗോഡുള്ള വിഷ്ണു പ്രസാദ് ജി, ബേക്കൽ ഗോകുലം ഗോശാലയിലെ അദ്ദേഹത്തിന്റെ വകയായിട്ട് ചണ്ഡികാ ഹോമം, നവാവരണ പൂജ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഗായത്രി ഗുരുകുലം ഗായത്രി യജ്ഞവും വേദഘോഷവും നടത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തിന്റെ ഒരു നല്ലൊരു പങ്കാളിത്തം, ഒരു ചെറിയ രീതിയിലാണ്, പക്ഷെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നല്ലൊരു പങ്കാളിത്തം ഇത്തവണത്തെ കുംഭമേളയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ കുംഭമേളയുടെ പ്രത്യേകത. എന്തായാലും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സ്വാമി, ഒരു കാര്യം കൂടി, അതായത് ഈ അന്യമതസ്ഥരുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട്? അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇക്കുറി കൂടുതൽ ആളുകൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അറിയുന്നു. തീർച്ചയായിട്ടും. അതായത് ഇപ്പോ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ മുഴുവൻ സംസ്കൃതികളുടെയും ഒരു സംയോജനമാണ്. ഇവിടെ ഭാരതത്തിലെ എല്ലാ പരമ്പരകളിലും, ഭിന്നമായ പരമ്പരകളിൽപ്പെട്ട, അതായത് സന്യാസി പരമ്പരയില് വൈരാഗികള്, വൈഷ്ണവര്, അങ്ങനെ മുഴുവൻ പരമ്പരയിലും പെട്ട സന്യാസിമാര് ലയിച്ചു ചേരുന്ന ഒരു മഹാമേളയാണ്. ഭാരതത്തിന്റെ ഒരു പരിച്ഛേദം ഒരു ഭാഗത്ത് ഒത്തുകൂടിയിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് ഈ കുംഭമേളയിലുള്ളത്. അതിൽ വിദേശികള് ഏകദേശം 1/2 കോടിയോളം വിസ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കുംഭമേളയ്ക്ക് വേണ്ടി ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോ അഖാഡകളിൽ തന്നെയാണെങ്കിൽ അഖാഡകളിലെ സാധുക്കളായിട്ട് വരെ വിദേശികളുണ്ട്, അഖാഡയുടെ മഹാമണ്ഡലേശ്വരന്മാരായിട്ട് വിദേശികളുണ്ട്,
പല ആളുകളും ഈ സനാതന ധർമ്മത്തിന്റെ ഈ ഹൈന്ദവ സംസ്കൃതിയുടെ ഒരു കരുത്തും അതിന്റെ മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പന്താവിൽ വന്നു ചേരുകയും ഇതിന്റെ സന്യാസി പരമ്പരയിലേക്ക് തന്നെ അണിചേരുകയും ചെയ്യുന്ന ഒരു മഹാസംഗമം കൂടിയാണ്. ശക്തിയുടെയും സാധനയുടെയും തപസ്സിന്റെയും ഒക്കെ ഒരു വലിയ സംഗമമാണ് കുംഭമേള എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഒരു ആക്രമണ സ്വഭാവത്തോടു കൂടി കാണുന്ന ആളുകളുടെ മനസ്സിലുള്ള ഒരു ഭീതിയും അത് തന്നെയാണ്. കാരണം മറ്റുള്ള വഴികൾ പിന്തുടരുന്നിരുന്ന പലരും സനാതന ധർമ്മത്തിന്റെ ഈ ഒരു കടലിലേക്ക്, ഈ ഒരു സാഗരത്തിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു വേദി കൂടിയാണിത്. അപ്പൊ അതിലുള്ള ഒരു അസഹിഷ്ണുത കൂടിയാണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പല പ്രസ്താവനകൾക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്കും ഒക്കെ ഒരു കാരണമാകുന്നത്. എന്തായാലും സനാതന ധർമ്മത്തിൻ്റെ സാഗരം താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. അതാണ് ആ സാഗരം ആണ് നാളെ തുറക്കപ്പെടുന്നത്. സ്വാമിജി, ഞാൻ അധിക സമയം താങ്കളെ നിർത്തുന്നില്ല. എനിക്കറിയാം താങ്കൾക്ക് ഒരുപാട് തിരക്കുകളിലാണ്. എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി. സന്തോഷം.